ആരോഗ്യമന്ത്രിക്ക് എജ്ജാതി എരണം എന്നൊക്കെ പറഞ്ഞ ദേ ഇതാണ്, കണ്ടില്ലേ? ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ രാജിവെച്ചു. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീലാൽ, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ഗോവിന്ദരാജ് എന്നിവരാണ് രാജിവെച്ചത്. രാജി വ്യക്തിപരമെന്നാണ് വിശദീകരണം. രാജിക്ക് പിന്നിൽ സ്റ്റാഫുകൾക്കിടയിലെ ഭിന്നത എന്ന ആക്ഷേപമുണ്ട്. എം ജി പ്രതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. എം ജി പ്രതീഷ്, ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, രാഷ്ട്രീയമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ, അഭിപ്രായ ഐക്യത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് വരിക. അങ്ങനെ ഒരു രാജി കാര്യം കേൾക്കാറ് പോലുമില്ല. എന്തുകൊണ്ട് രാജി? കേട്ടല്ലോ, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ ഒരു മാസത്തെ ഹണിമൂണിനിടെ രാജിവെച്ചിട്ടുണ്ടോ? അളിയനെ രാജിവെപ്പിച്ചത് നമ്മൾ അറിഞ്ഞു. പക്ഷേ ആരോഗ്യമന്ത്രി സ്വന്തം താല്പര്യപ്രകാരം നിയമിച്ച 2 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ, ഒന്ന് ശ്രീലാലും മറ്റൊന്ന് സർക്കാർ ഡെപ്യൂട്ടേഷനിൽ വന്ന വ്യക്തിയും, അവർ 2 പേരും രാജിവെച്ചിരിക്കുകയാണ്. രാജിവെക്കാനുള്ള കാര്യം അതിനകത്തുള്ള പടലപ്പിണക്കമാണ്. കാര്യം പല കാര്യങ്ങളിലും നീക്കുപോക്കുണ്ടാക്കുന്നു, പല കാര്യങ്ങളിലും കച്ചവടങ്ങളെല്ലാം ഉറപ്പിക്കുമ്പോൾ ആ പേഴ്സണൽ സ്റ്റാഫിനകത്ത് ഗ്രൂപ്പ് കളിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ രാജി ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവവികാസം കേട്ടുകേൾവിയില്ലാത്തതാണ്. എരണം കൂടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എരണം കെട്ടവർ ഭരിച്ച സമയത്ത് കേരളത്തിൽ നിപ്പ വന്നെങ്കിൽ ഇപ്പോ എരണമുള്ള ആൾ വന്നപ്പോൾ നിപ്പ, ഷിഗല്ല, മങ്കി പോക്സ് തുടങ്ങി ഇനി ഈ കേരളത്തിലേക്ക് വണ്ടിയും പിടിച്ച് വരാൻ ഒരു രോഗവും ഇല്ല. ആ അവസ്ഥയിലാണ് ഇപ്പോഴത്തെ എരണം ഇങ്ങനെ കൂടിക്കൂടി പോകുന്നത്. ആ എരണം കൂടിക്കൂടി ജനം പൊറുതിമുട്ടിയിരിക്കുമ്പോഴാണ് മന്ത്രിയുടെ ആഫീസിൽ തന്നെ പരസ്പരം തമ്മിലടിയുടെ ഭാഗമായിട്ട് 2 പേർ രാജിവെച്ചിരിക്കുന്നത്. പേഴ്സണൽ സ്റ്റാഫ് നിയമം എന്ന് പറഞ്ഞാൽ ഇഷ്ടക്കാരെ പേഴ്സണൽ സ്റ്റാഫായി നിയമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിയമിച്ച ഇഷ്ടക്കാർക്ക് വരെ മന്ത്രിയുടെ സ്റ്റാഫിൽ തുടരാൻ പറ്റുന്നില്ല. അതിനകത്ത് നടക്കുന്ന പ്രവർത്തനങ്ങൾ വെച്ചിട്ട് ജനങ്ങളുടെ കയ്യിൽ നിന്ന് സ്റ്റാഫുകൾക്ക് വരെ ചിലപ്പോൾ ചാമ്പൽ കിട്ടാമെന്നുള്ളത് ഭയപ്പെട്ടാണോ പോയതെന്ന് അറിയില്ല. ഇതിനോടൊപ്പം എന്തായാലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വാർത്ത അനുസരിച്ച് മുഖ്യമന്ത്രിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാരെ പേഴ്സണൽ സ്റ്റാഫായിട്ട് നിയമിച്ച വ്യക്തിയാണ് കെ മുരളീധരൻ. അദ്ദേഹത്തിന് 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഒന്ന് ദേവസ്വം, ഒന്ന് ആരോഗ്യമാണ്. 2ൽ ഇഷ്ടം പോലെ എനിക്ക് സ്റ്റാഫ് വേണം. കാര്യം പരമാവധി പണിയെടുക്കാതെ സ്റ്റാഫുകളെ കൊണ്ട് പണിയെടുപ്പിച്ച് അവർക്ക് നികുതി പണം വാങ്ങിക്കൊടുത്ത് തമ്പ്രാൻമാർ ചില കാര്യങ്ങൾക്കെല്ലാം പ്രീതി ഉണ്ടാകുമ്പോൾ പണ്ട് സമ്മാനം കൊടുക്കുമെന്ന് പറയുന്നത് പോലെ ഇന്നിപ്പോ ഖജനാവിൽ നിന്ന് എടുത്ത് അങ്ങ് കൊടുത്താൽ മതിയല്ലോ, നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതല്ലോ. അങ്ങനെ സ്റ്റാഫുകളെ നിയമിച്ച് കഴിഞ്ഞതിന് ശേഷം മന്ത്രി ഓഫീസിൽ തന്നെ കിടന്ന് തമ്മിലടിയും തൊഴുത്തിൽ കുത്തും. അങ്ങനെ ആ വിഭാഗീയതയുടെ ഭാഗമായിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒരു മാസത്തിനിടെ മന്ത്രിയുടെ ഇഷ്ടപ്രകാരം നിയമിച്ച 2 പേർക്ക് ഈ പണി വേണ്ട എന്ന് തൊഴുത് മണ്ണും വാരിയിട്ട് പ്രാഗിയിട്ട് ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ എരണം കൂടിയ മന്ത്രിമാരുടെയൊക്കെ സ്റ്റാഫിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് പറയുമ്പോൾ നാവുകൊണ്ട് പറയുന്ന വാചകങ്ങൾ എങ്ങനെയാണ് വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം തിരിഞ്ഞു കൊത്തുന്നത് എന്നതിന്റെ നേർസാക്ഷ്യമായി മാറുകയാണ് എരണം കൂടിയ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള കെ മുരളീധരൻ എന്ന് പറയേണ്ടി വരികയാണ്. എത്ര ദൈവത്തിന്റെ അടുത്ത് പോയാലും ദൈവം പോലും കൈമലർത്തി കാണിക്കുകയും ദൈവം പോലും തിരിഞ്ഞു നോക്കാത്ത വ്യക്തിയാണ് അമ്പലങ്ങൾ മുഴുവൻ കയറി ഇറങ്ങി നിരങ്ങുന്നു എന്നതിന്റെ നേർസാക്ഷ്യമായി അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെ തമ്മിലടിയും കാലുവാരലും രാജിയും കൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ നാണം കെട്ട അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. എജ്ജാതി എരണമെന്ന് നോക്കണേ.